BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങി BJP കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും മുൻ BJP സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ജോർജ് കുര്യന് പകരക്കാരനായി സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകാനാണ് പാർട്ടി ഉന്നത തലത്തിൽ ധാരണയായിരിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിൽ ജോർജ് കുര്യനെ ഒഴിവാക്കി സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 18-നാണ് നടക്കുക. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കെ സുരേന്ദ്രന് ഇതുവരെയും അർഹമായ പദവികൾ ലഭിച്ചില്ല എന്ന ആക്ഷേപം ശക്തമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച അദ്ദേഹത്തിന് പിന്നീട് കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും സീറ്റ് ലഭിച്ചിരുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടും പാർട്ടിയിൽ സജീവമായി തുടരുന്ന സുരേന്ദ്രനെ രാജ്യസഭാ MP പദവി നൽകി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിലെ അണികൾക്ക് വലിയ ആവേശം പകരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന ആക്ഷേപമുള്ള സാഹചര്യത്തിൽ സുരേന്ദ്രനെ രാജ്യസഭാ MP സ്ഥാനം നൽകി കേന്ദ്ര സഹമന്ത്രിയാക്കാനാണ് ധാരണയെന്ന് അറിയുന്നു. ജൂൺ 18-നാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലെ 24 സീറ്റുകളിലേക്കും 3 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഉൾപ്പെടെ 27 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ഇതിൽ 17 സീറ്റുകൾ BJPക്ക് ഉറപ്പാണ്. സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യന്റെ കാലാവധി തീരുകയാണ്. അദ്ദേഹത്തെ പാർട്ടി സംഘടനാ ചുമതലയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് കെ സുരേന്ദ്രന് പുറമെ C സദാനന്ദൻ മാസ്റ്ററെയും പരിഗണിക്കുന്നുണ്ട്. സദാനന്ദൻ മാസ്റ്റർ നിലവിൽ രാജ്യസഭാ MP ആണ്. ഇവർക്ക് പുറമെ അനിൽ ആന്റണി, അനൂപ് ആന്റണി എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും തീരുമാനമുണ്ടാവുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും പാർട്ടി തലത്തിൽ പദവികൾ നൽകിയുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. സംഘടനാ ചുമതലയിലേക്ക് ജോർജ് കുര്യൻ, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, അനൂപ് ആന്റണി എന്നിവരെയാണ് പരിഗണിക്കുന്നത്. നിലവിലെ P അബ്ദുള്ളക്കുട്ടിയും അനിൽ ആന്റണിയുമാണ് പാർട്ടി ദേശീയ ചുമതലയിൽ ഉള്ളത്. ശോഭാ സുരേന്ദ്രനെ മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കും പരിഗണിക്കും. ജോർജ് കുര്യനെയോ അനൂപ് ആന്റണിയോ ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ സുപ്രധാന സ്ഥാനത്തേക്കും പരിഗണിക്കും. ജോർജ് കുര്യനെ മാറ്റി കെ സുരേന്ദ്രനെ കൊണ്ടുവരുമ്പോൾ ക്രൈസ്തവ പ്രാതിനിധ്യം കുറയാതിരിക്കാനാണ് ജോർജ് കുര്യനോ അനൂപ് ആന്റണിക്കോ ദേശീയ ന്യൂനപക്ഷ മോർച്ചയിൽ വലിയ പദവി നൽകുക. അതേസമയം ഈഴവ സമുദായത്തിൽ നിന്നുള്ള കെ സുരേന്ദ്രന് മന്ത്രിസ്ഥാനം നൽകുന്നത് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ BJPക്ക് ഗുണം ചെയ്യും. ദേശീയ തലത്തിലെ നിയമനങ്ങൾ പൂർത്തിയായതിനു ശേഷം സംസ്ഥാന BJPയിലും ഭാരവാഹികളുടെ അഴിച്ചുപണി ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് തിരുവനന്തപുരം നോർത്ത് ജില്ല ഉൾപ്പെടെ 11 ജില്ലകളിൽ പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് ശുപാർശയുണ്ട്. സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് തിരുവനന്തപുരം മേയർ ആയതോടെ അദ്ദേഹത്തെ സംഘടനാ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയേക്കും. അടുത്ത വർഷം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, പഞ്ചാബ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർട്ടിയിലും മന്ത്രിസഭയിലും അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയായി തുടരുന്നതിന് പാർലമെന്റ് അംഗത്വം അനിവാര്യമായിരിക്കെയാണ് ജോർജ് കുര്യനെ മധ്യപ്രദേശിൽ നിന്നും വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ കുര്യന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും. വരാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029-ലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും ലക്ഷ്യമിട്ടാണ് BJP ഈ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുതിരുന്നത്. കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കെ സുരേന്ദ്രനെ പോലെ ഒരു ജനകീയ മുഖത്തെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നു. ജൂൺ 18-ലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ കേന്ദ്രമന്ത്രിസഭയിലെയും BJP സംഘടനയിലെയും പുതിയ മാറ്റങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഈ അഴിച്ചുപണി കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ ഭാവിയിൽ പുതിയൊരു വഴിത്തിരിവാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.